പാലാ KM മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ കൃത്രിമ അവയവ നിർമ്മാണ കേന്ദ്രം തുറന്നു. ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ചികിത്സാ വിഭാഗത്തിന്റെ ഭാഗമായാണ് ആർട്ടിഫിഷ്യൽ ലിംബ് ഫിറ്റിംഗ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു. അംഗവിഹീനർക്ക് കൃത്രിമ കാലുകൾ, കൈനഷ്ടമായവർക്ക് കൃത്രിമ കൈകൾ, പോളിയോ ബാധിതർക്കും അപകടം മൂലം അംഗഭംഗം സംഭവിച്ചവർക്കും ആവശ്യമായ ഉപകരണങ്ങൾ എന്നിവ ഇവിടെ നിന്ന് ലഭ്യമാകും. മുട്ടുവേദന, നട്ടലിന് ക്ഷതമേറ്റവർ, കഴുത്തുവേദനക്കാർ എന്നിവർക്ക് ആവശ്യമായ സഹായ ഉപകരണങ്ങൾ ലഭ്യമാക്കും. ക്രച്ചസ്, വാക്കിംഗ് സ്റ്റിക്ക്, വോക്കർ, ഷോൾഡർ ബാഗ്, കാൽമുട്ട് സഹായം എന്നിവയും ഈ കേന്ദ്രം വഴി ലഭ്യമാകും. നിലവിൽ ഫിസിയോതെറാപ്പി വിഭാഗവും സ്പീച്ച് ആൻഡ് ഓഡിയോളജി വിഭാഗവും ഇതിനോട് ചേർന്ന് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പുതിയ സംരംഭമാണ് നമ്മളിവിടെ അനീഷ് സാറിൻ്റെ സൂപ്രണ്ട് അനീഷ് സാറിൻ്റെ നേതൃത്വത്തിൽ വളരെ കാര്യക്ഷമമായിട്ട് തന്നെ സാറിൻ്റെ ഏറ്റവും വലിയൊരു പ്രയത്നം കൊണ്ടാണ് നമുക്ക് ഇന്നിവിടെ ഇത് സഫലീകരിക്കാൻ കഴിയും. അപ്പോൾ അത് നമുക്ക് ഇവിടെ വരുന്ന പേഷ്യൻസിന് എത്രമാത്രം ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് എത്രമാത്രം സപ്പോർട്ടീവായിട്ടുള്ള ഐറ്റംസ് കൊടുക്കാൻ കഴിയുമോ അതിന് വേണ്ടിയിട്ടുള്ള സംരംഭമാണ് നമ്മളിവിടെ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വരുന്ന കാലില്ലാത്തവർക്ക് കാല് വെച്ച് കൊടുക്കുക, കൈയില്ലാത്തവർക്ക് കൈ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ടീവായിട്ടുള്ള പോളിയോ ബാധിച്ചും ആക്സിഡൻറ്റിലും ഒക്കെ വരുന്ന കാലിന് സ്വാധീനക്കുറവുള്ളവർക്ക് നമ്മൾ സപ്പോർട്ടീവായിട്ടുള്ള ഐറ്റംസ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് ആണ് ഇത്. പ്രോസ്തെറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലുകളില്ലാത്തവർക്ക് കാല് കൊടുക്കുന്നത് നമ്മൾ പ്രോസ്തെറ്റിക്സ് സെക്ഷൻ കഴിഞ്ഞു. കൈകൾക്ക് സ്വാധീനക്കുറവുള്ളവർക്ക് അത് കൊടുക്കുന്നു. കൈകൾക്ക് അല്ലെങ്കിൽ കാലുകൾക്ക് സ്വാധീനക്കുറവുള്ള ഓർത്തോട്ടിക്സ് വിഭാഗത്തിൽ വരുന്നത് സപ്പോർട്ടീവായിട്ടുള്ള ഐറ്റംസാണ് അത്. 25 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നതെന്നും സംസ്ഥാനത്തെ 10ാമത് കൃത്രിമ അവയവ നിർമ്മാണ കേന്ദ്രമാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നതെന്നും ആശുപത്രി സൂപ്രണ്ടും ആരോഗ്യവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറുമായ ഡോക്ടർ TP അഭിലാഷ് പറഞ്ഞു. ആരോഗ്യവകുപ്പിന് കീഴിൽ ഇടുക്കി, കോട്ടയം ജില്ലകളിലെ ഏക സെന്റർ കൂടിയാണിത്. 2 ടെക്നീഷ്യന്മാരുടെ സേവനവും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത്ര മനോഹരമായിട്ട് ഇത്ര ചിട്ടയോടുകൂടി ആർട്ടിഫിഷ്യൽ ലിംസ് നമ്മുടെ അവയവങ്ങൾ ഇവിടെ ഉണ്ടാക്കി ഉൽപ്പാദിപ്പിച്ച് മറ്റുള്ള ആൾക്കാർക്ക് വെച്ചു കൊടുക്കുന്ന ഒരു മഹനീയമായ മുഹൂർത്തം. ഇപ്പം നമ്മൾ കണ്ടു, റാണി മോൾ എന്ന് പറയുന്ന ഒരു ലേഡിയെ അവർ തളർവാദം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് ജീവിതത്തിൽ നടക്കാൻ സാധിച്ച ഒരു മഹനീയ മുഹൂർത്തമൊക്കെ എന്നും അവരുടെയൊക്കെ മനസ്സിൽ അവിസ്മരണീയ നിമിഷങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെല്ലാം. നമ്മുടെ ആശുപത്രി ഒന്നിനൊന്ന് ഉയർന്ന് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വിദഗ്ധരായാലും അതുപോലെ അർപ്പണബോധമുള്ള ഡോക്ടർമാരാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ നമ്മുടെ ആശുപത്രി ഒന്നിനൊന്നിനെ മെച്ചപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും നമ്മുടെ ആശുപത്രിക്ക് വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഏതാണ്ട് 90% ഇങ്ങോട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണ്. ഉദ്ഘാടന യോഗത്തിൽ സൂപ്രണ്ട് ഡോക്ടർ TP അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവുകാട്ട്, കൗൺസിലർമാരായ ആൻഡ്രെ പടിഞ്ഞാറക്കര, ജോസിൻ ബിനോ, ഷാജു തുരുത്തൻ, മായ പ്രദീപ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബിജു പാലപ്പടവൻ, ഷാർലി മാത്യു, PK ഷാജകുമാർ, ജേസൺ മാന്തോട്ടം, KS രമേശ് ബാബു, ഡോക്ടർ രേഷ്മ സുരേഷ്, ഡോക്ടർ അരുൺ അരവിന്ദ്, റെനി പോൾ എന്നിവർ പ്രസംഗിച്ചു. നഗരസഭയുടെ പദ്ധതി വിഹിതത്തിൽ നിന്നും 14 ലക്ഷം രൂപ വകയിരുത്തിയാണ് ഈ കേന്ദ്രത്തിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയത്. ശാരീരിക വൈകല്യങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുന്നവർ ഈ ചികിത്സാ പരിചരണ വിഭാഗത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്തണമെന്ന് നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ പറഞ്ഞു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.